ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्याम् अभयप्रदां मणिगणैर्नानाविधैर्भूषितां भक्ताभीष्टफलप्रदां हरिहरब्रह्मादिभिः सेविदां पार्श्वे पङ्कजशङ्खपद्मनिधिभिः युक्तां सदा शक्तिभिः। ॐ श्रीगणेशशारदा गुरुभ्यो नमः। ॐ ശ്രീമഹാദേവ്യൈ നമഃ. കനകധാരാ സ്തോത്രത്തിലെ പഠിതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം. കനകധാരാ സ്തോത്രത്തിലെ 7ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുവാൻ പോകുന്നത്. കനകധാരാ ധാരാധര ധരാധര ധരാധരയായി ധാരധാരയായൊക്കെ പതിക്കണമെങ്കിൽ, കനകം ഐശ്വര്യം അങ്ങനെ പതിക്കണമെങ്കിൽ അമ്മയുടെ ക്ഷണനേരം അർദ്ധവീക്ഷണാർദ്ധം കടക്കണ്ണോട്ടം അല്പമെങ്കിലും പതിച്ചവർക്കാണ് ആ ഐശ്വര്യം ലഭിക്കുക. ആ ഐശ്വര്യം ഓരോരുത്തരുടെയും അഭീഷ്ടം പോലെയാണ് ഐശ്വര്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഒരാളുടെ ഐശ്വര്യം വേറൊരാൾക്ക് ഐശ്വര്യമാകണമെന്നില്ല. ഓരോരുത്തരുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ് ഓരോരുത്തർക്ക് ഐശ്വര്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ എന്താണോ യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം എന്ന് പറയുന്ന പോലെ, എന്താണോ ഒരുവന് ഐശ്വര്യമായി തോന്നുന്നത് ആ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുവാൻ ഉതകുന്ന ദൃഷ്ടിയാണ് അമ്മയുടേത്. അപ്പോൾ ആ ഐശ്വര്യം തനിക്ക് ഹിതമായി വേണം, ഹിതമാകുന്ന ഐശ്വര്യമാകണം. ആ ഐശ്വര്യം എനിക്ക് ഒരു രീതിയിലുള്ള ബന്ധനങ്ങൾ കൊണ്ട് വരരുത് എന്ന കാര്യവും ചിന്തനീയമാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ഒന്ന് ചോദിക്കുമ്പോൾ ഈശ്വരിയോട്, മഹാലക്ഷ്മിയോട്, അമ്മയോട്, അല്ലെ നമ്മൾ ദേവതയോടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്നതിൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം എന്ന് പറയും. കാരണം ദദാതി തഥാസ്തു പോലാണ്. ആ ചോദ്യത്തിന്, ആ തരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രാരബ്ധവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്താഗ്രഹമായാലും അതിൻ്റെ കൂടെ ഒരു ബന്ധനത്തിൻ്റെ ഒരു കടിഞ്ഞാൻ കൂടി വരും. അതുകൊണ്ട് ആഗ്രഹിക്കരുതെന്ന് പറയാൻ സാധിക്കില്ല. ലോകത്തിലെ അതങ്ങനെയാണ് പോകുന്നത്. ഇപ്പം എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നല്ലൊരു അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആകണം, അല്ലെങ്കിൽ നല്ലൊരു വ്യവസായം സംരംഭം ഉണ്ടാകണം. അപ്പോൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം, എന്തായാലും നല്ല ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞാൽ കൂടി 50 ലക്ഷം 1 കോടി അടിച്ചു, അല്ലേ? ലോട്ടറി അടിച്ചെന്നിരിക്കും, അതിലും ബന്ധനം വരും. ബാങ്കിൽ കൊണ്ടുവരണം, അതെന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ വേണം, അതിൻ്റെ ടാക്സ് കൊടുക്കണം. 1 കോടി അതേപോലെ കിട്ടില്ലല്ലോ, അതിൻ്റെ ടാക്സ് ആയിട്ട് പതിച്ചു പോകും. പിന്നെ അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കും, ഫിക്സഡ് വെച്ച് ജീവിക്കും. ചിലപ്പം അത് ടാക്സബിൾ ഇൻകം ആണ് എങ്കിൽ വർഷാവർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ലോകത്തിൻ്റെ എന്തൊരു അനുഗ്രഹം നമ്മൾ ചോദിച്ചാലും അതിൻ്റെ കൂടെ പറ്റി ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഐശ്വര്യമെന്ന് പറയുന്ന സദാ അമ്മയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ അമ്മയുടേന്ന് ആഗ്രഹിക്കുന്നത് അമ്മയുടേതായി മാറുക എന്നാണ് പറയുന്നത്. അമ്മയുടേതായി മാറണം. നമ്മുടെ ആകണം അമ്മ എന്ന് വാശി പിടിക്കുന്നതിനെക്കാട്ടി അമ്മയുടേതായി മാറണം. അങ്ങനെ ആവുമ്പോഴാണ് സദാ സർവദാ സാന്നിധ്യമരളി നിനക്ക് ഹിതമെന്താണോ ഹിതമായ രീതിയിൽ സുഗമമായി തന്നെ കൊണ്ടുപോകാൻ സാധിക്കുക. ആ ഒരു അനുഗ്രഹശക്തിയെ പറ്റി പറയുന്നതാണ് 7ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. 7ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഓം വിശ്വാമരേന്ദ്രപദവിഭ്രമദാനദക്ഷം ആനന്ദഹേതുരധികം മുരുമുരവിദ്വിഷോപി ഈശന്നിഷീദതു മയി ക്ഷണമീക്ഷിണാർദ്ധം ഇന്ദീവരോദരസഹോദരമിന്ദിരായ വിശ്വാമരേന്ദ്രപദവിഭ്രമദാനദക്ഷമാനന്ദഹേതുരധികം
മുരവിദ്വിഷോപി ഈശന്നിഷീദതു മയി ക്ഷണമീക്ഷിണാർദ്ധം ഇന്ദീവരോദര സഹോദര ഇന്ദിരായാ. പരാശക്തി മഹാലക്ഷ്മിയെ നമഃ. ആ ശ്ലോകത്തിൻ്റെ ഒരു ലയം, ഇന്ദീവരോദര സഹോദരമിന്ദിരായ, ചന്ദ്ര സഹോദരിയാണ് മഹാലക്ഷ്മി. ഈ കാണപ്പെടുന്ന പദവികളെല്ലാം ദേവൻ എന്നൊരു പദവി, അസുരൻ എന്നൊരു പദവി, പ്രജക്കൾ എന്ന പദവി, ഈ പദവി ദേവേന്ദ്രൻ എന്ന പദവി, അമരേന്ദ്രൻ എന്ന പദവി, ഇതൊക്കെ അവരുടെ മിടുക്കുകൾ കൊണ്ടല്ല, ആ പദവികളൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ആരോപിക്കപ്പെടുന്നത് മാത്രമാണ് ഈ പദവികൾ എന്നാണ് പറയുന്നത്. അമ്മയുടെ കാരുണ്യം, കടാക്ഷം ഈ ദേവന്മാരിൽ വരുമ്പോഴാണ് അവർക്ക് അത്യുന്നതമായ ദേവമുഖ്യന്മാരുടെ പദവിയൊക്കെ അവരെത്തുക. അപ്പോൾ അമ്മയുടെ ആ കടാക്ഷം കൊണ്ട് തൻ്റെ ഭക്തൻ അനായാസമായി എന്തു പദവും ലഭിക്കും. ലളിതാ സഹസ്രനാമത്തിൽ രാജരാജേശ്വരി, രാജദായിനി, രാജ്യവല്ലഭ, രാജകൃപ, രാജപീഠ നിവേശിത നിജാശ്രിത, രാജപീഠ നിവേശിത നിജാശ്രിത. രാജപീഠത്തിൽ തൻ്റെ ഭക്തനെ ആനയിച്ച് പരാശക്തി അവനെ അവിടെ വാഴ്ത്തും. അപ്പോൾ ആ പൊസിഷൻ, ഇതൊക്കെ പദവിയൊക്കെ അമ്മയുടെ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് ആ പദവികളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തൊരൈശ്വര്യം നമുക്ക് വരുമ്പോഴും നമ്മൾ അതിലൊരു അഹങ്കാരം പാടില്ല, നമ്മളേതല്ല എന്നൊരു ഓർമ്മ വരും. ആ ഐശ്വര്യം എന്ന് പറയുന്നത് അമ്മയുടെ കടാക്ഷം കൊണ്ടാണ് ആ പദവികളിലൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ അത് പറയുന്നു, വികാരങ്ങൾക്ക് അതീതമാണ് നാരായണൻ. യോഗനിദ്രയിലും യോഗേശ്വരനായൊക്കെ വിരാജിക്കുന്ന സാക്ഷാത് നാരായണന് ആനന്ദത്തെ ഉണർത്തുന്നതും അമ്മയുടെ ഒരു നോട്ടം കൊണ്ട് മാത്രമാണ് ആനന്ദാനുഭൂതി നാരായണനിൽ ജനിപ്പിക്കുന്നത്. ആ നോട്ടം ജനിപ്പിക്കുന്ന അമ്മയുടെ കണ്ണെന്ന് പറഞ്ഞാൽ നീലോത്പല പൂവ്, നീലത്താമരയുടെ ഉൾഭാഗം പോലെ ശ്യാമള കോമളം, അല്ലേ? കറുപ്പിനും ഒരു സൗന്ദര്യം. ശ്യാമളകോമളമായ നീലോത്പല പൂവിൻ്റെ അന്തരംഗങ്ങൾ ശ്യാമളകോമളമായിരിക്കുന്ന വർണ്ണം പോലെയാണ് അമ്മയുടെ ആ കണ്ണ്. ആ കടക്കൺ കൊണ്ടുള്ള ആ നോട്ടം, ഭഗവതി എന്നിലും അല്പനേരം നൽകണമേ, അല്ലെങ്കിൽ അല്പനേരം എന്നിലും ആ നോട്ടം പതിയട്ടെ എന്ന് ഭക്തൻ, അല്ലെ അമ്മയുടെ സന്തതി ആഗ്രഹിക്കുന്നു ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഏതൊരു പദവിയും എന്താണോ വാഞ്ചിതം ലഭതേദ്ഭീഷ്ടം, എന്താണോ ഇച്ഛയുള്ളത് ആ ഐശ്വര്യത്തെ അമ്മ നൽകും. ആ നൽകുന്ന ഐശ്വര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് നമ്മുടെ കഴിവ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ കയ്യിലിരിപ്പ് എന്ന് പറയുന്ന പോലെയാണത്. ഐശ്വര്യക്ക് ജോലി വേണം, ആ ജോലി അമ്മ തരും. പക്ഷെ അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ധാർമ്മികമായി നിൽക്കണമെല്ലാം നമ്മുടെ ധർമ്മം, നമ്മുടെ ബുദ്ധി, യുക്തി, സ്വധർമ്മമനുഷ്ഠിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ അതിലും പരിപൂർണമായ ഐശ്വര്യമുണ്ടാകും എന്നൊരർത്ഥവും നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ, 7ാമത്തെ ശ്ലോകത്തിലും കാണാം. അടുത്ത ക്ലാസ്സിൽ 8ാമത്തെ ശ്ലോകവുമായി വരാം. എല്ലാവരെയും സാക്ഷാത് മഹാലക്ഷ്മി, ലക്ഷ്മീ നാരായണമൂർത്തി അനുഗ്രഹിക്കട്ടെ. വൈശാഖമാസം വിശേഷങ്ങൾ ഇഷ്ടം പോലുള്ള വൈശാഖമാസം. എല്ലാവരും നല്ലവണ്ണം ഭക്തി പുരസരം തന്നെ നാരായണ ഭജനം ചെയ്യുക. എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. വിശ്വാമരേന്ദ്രവദ വിഭ്രമദാനദക്ഷ ആനന്ദഹേതുരധികം മുരവിദ്വിഷോപി ഈശന്നിഷീദതു മയി ക്ഷണമീക്ഷിണാർദ്ധം ഇന്ദീവരോദര സഹോദരമിന്ദിരായാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം